അപ്പോൾ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല പാസ്സായി നിൽക്കുക കേട്ടോ. അപ്പോൾ ചേട്ടച്ചാരായിട്ടൊക്കെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബിരിയാണി മേടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ പോകാം കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന പുത്തനങ്ങാടി നമ്മുടെ നിസാർക്കയുടെ കടയിലാണ് കേട്ടോ. നിസാർക്കയുടെ കടയെന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് 90 രൂപയുള്ളൂ. അപ്പോൾ ബിരിയാണി കൊണ്ടുവരാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരാട്ടോ ഈ നിൽക്കുന്നത്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല തിരക്കാണ്. അപ്പോൾ ആ തിരക്ക് ഭയങ്കരമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ മേടിച്ചു കേട്ടോ. ബിരിയാണി മേടിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് ആ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോൾ ബിരിയാണി കൊണ്ടുവരുന്നതാണ് ഈ ഓട്ടോയ്ക്കകത്ത്. ആ ഓട്ടോയ്ക്കകത്ത് നോക്കി നിൽക്കുകയാണ് ഓരോരുത്തരും ബിരിയാണി എപ്പോൾ കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ നിസാർക്കയുടെ വീട്ടിൽ ചെന്നു കേട്ടോ. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ കിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കിളിയും കാര്യങ്ങളൊക്കെ കുഞ്ഞാപ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ കിടന്ന കളിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ നമ്മൾ നേരെ ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാട്ടോ പോയത്. നിസാർക്ക് ചെന്നപ്പോഴേക്ക് അവിടെ ദമ്മിടാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ അരിയൊക്കെ നേരെ വേവിച്ച് കോരി നേരെ ഇപ്പുറത്തേക്ക് ടച്ചിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം നിസാർക്ക ചെയ്യുന്നത്. ഗ്യാസും കാര്യങ്ങളൊന്നുമില്ല, വിറകടുപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിസാർക്ക് നേരെ ചോറിയൊക്കെ കോരിയിട്ടു നേരെ ദമ്മിടാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ നിസാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ ആഹാരങ്ങളൊക്കെ കൊടുക്കുക, എല്ലാവർക്കും ഇങ്ങനെ നിറച്ചാണ് കൊടുക്കുന്നത് ഇക്ക. അപ്പോൾ നേരെ ദമ്മൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കണം. അപ്പോൾ ഈ ദമ്മിടണം വേറെ ഒന്നുമല്ല, ഇതൊരു ഓർഡറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ദമ്മിട്ട് വെക്കുന്നത്. അപ്പോൾ ഉള്ളി വറുത്തതും എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇക്ക ആ ദമ്മിൽ. പിന്നെ ആ ദമ്മ് പിന്നെ അടച്ച് കാര്യങ്ങൾ സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പം നമ്മുടെ ദമ്മിറിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇക്കടെ ഭാര്യയും നല്ലപോലെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഭാര്യയാണ് എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നത്. നമുക്ക് നെയ്യ് തന്നെ നോക്കുന്നത്, നല്ല മിൽമ നെയ്യാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഒഴിക്കുന്നത്. അവർ ഫുൾ നെയ്യ് അവർ അതിൻ്റെ അകത്ത് ഒഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡാൽഡയും കാര്യങ്ങളും ചേർക്കുന്നുണ്ട്. ഒത്തിരി ചേർക്കുന്നൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ കുഞ്ഞാപ്പി നോക്കി നിൽക്കുക കേട്ടോ. എനിക്കും ബിരിയാണി വേണം എന്നുള്ള ഇതിൽ നോക്കി നിൽക്കുകയാണ്. അവിടെ കുഞ്ഞാപ്പി നേരെ അതിൻ്റെ പറ്റൊന്നും മാറുന്നില്ല കേട്ടോ. അങ്ങനെ ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും ദമ്മിടാനുള്ള തയ്യാറെടുപ്പായി. മൂടി കേട്ടോ, അത് മൂടി നേരെ ദമ്മിടാനായിട്ട് അടിയിലേക്ക് തീക്കനലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. നേരെ അവിടുന്ന് തീക്കനലെടുത്ത് നേരെ ദമ്മിട്ട് കേട്ടോ. ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. ദമ്മിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം. ഇത് കടയിലേക്ക് കൊണ്ടുപോകാനുള്ളത് കേട്ടോ. ഓർഡറിനുള്ളത് അപ്പുറത്തുണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഓർഡറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പുറത്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ദമ്മിട്ട് കാര്യങ്ങൾ സെറ്റായി. ഇതാണ് നമുക്ക് ഓർഡറിന് കൊടുക്കാനുള്ളത്. എല്ലാ കാര്യങ്ങളും ഇട്ട് സെറ്റാക്കി ബിരിയാണി സെറ്റപ്പാക്കി വെച്ചിരിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനായിട്ട്. എല്ലായിടത്തേക്കും കൊടുക്കണേക്കുള്ള വയറ് നിറച്ചാണ് കേട്ടോ ഇക്ക കൊടുക്കണം. അവിടെ തന്നെ കേട്ടോ ഇങ്ങനെ സബോള കൈക്കാണ് കേട്ടോ എല്ലാവരും. ഇപ്പോൾ പണ്ട് മെഷീനും കാര്യങ്ങളൊക്കെ, ഇപ്പം മെഷീനും കാര്യങ്ങളൊക്കെയാണ് സബോള അരിയണം. പക്ഷേ ഇക്ക കൈ വെച്ച് തന്നെയാണ് കാര്യങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർഡർ കൊടുക്കാനുള്ള തയ്യാറെടുപ്പായി. അപ്പം ഞാനും കൂട്ടത്തിലൊന്ന് കൂടി സഹായിച്ചു കൊടുക്കുക കേട്ടോ ഇക്കയുടെ കൂട്ടത്തിൽ. ഇക്കനെ നേരെ സഹായിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. വണ്ടിയിലേക്ക് എല്ലാം കയറ്റി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുരുപ്പ് അവിടെ സബോള നേരെ വാരി തിന്നാനുള്ള തയ്യാറെടുപ്പാട്ടോ. അവിടെ നിന്നൊരു പ്ലേറ്റും എടുത്തുകൊണ്ട് വന്ന് അവിടുന്ന് ആ പ്ലേറ്റും എടുത്തുകൊണ്ട് വന്ന് ആൾ നേരെ സബോളയും വാരിക്കൊണ്ട് പോയാട്ടോ. ഒരു നിറച്ച് സബോളയും വാരിക്കൊണ്ട് ആളങ്ങോട്ട് പോകുന്നത്. സബോള ഇട്ട് നേരെ അകത്തേക്ക് ആൾ പോയി കേട്ടോ. അകത്ത് പോയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓർഡറും കാര്യങ്ങളെല്ലാം എനിക്കടെ വൈഫാണ് കേട്ടോ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരെ കടയിലെത്തി കേട്ടോ. കടയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ആൾക്കാരെല്ലാം പുറത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അകത്ത് കാത്ത് നമ്മൾ നേരെയൊക്കെ കടയൊക്കെ തുറന്ന് അകത്ത് കയറി ദമ്മൊക്കെ പൊടിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആൾ ഒരു പാത്രമൊക്കെ ഇട്ട് നേരെ നടക്കുക. എനിക്കും ബിരിയാണി വേണമെന്നും പറഞ്ഞിട്ട് നടക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആ ചേട്ടന് ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ട് ദമ്മൊക്കെ പൊട്ടിച്ചു കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇവിടെ ബിരിയാണി കൊടുക്കുന്നത്. 90 രൂപക്കാണ് ബിരിയാണി ഇവിടെ കൊടുക്കുന്നത് ഇക്ക. അപ്പോൾ നമ്മൾ നേരെ എന്തായാലും ഇക്കയുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സഹായിച്ചൊക്കെ കൊടുത്തു കേട്ടോ. ഇക്കടെ അവിടെ വന്ന് ഇത് തകത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സഹായിച്ചു. അപ്പോൾ നേരെ ഇക്ക അതേ പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ. ദമ്മെല്ലാം പൊട്ടിച്ച് നേരെ മേലിലേക്ക് എല്ലാ റൈസെല്ലാം ഇടണം. അപ്പോൾ നേരെ റൈസ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇക്ക അവിടെ റൈസ് എല്ലാം കൊടുക്കുന്നത്. ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാവുന്ന രീതിയിലാണ് കേട്ടോ. എവിടെയാണ് നമുക്ക് 90 രൂപയ്ക്ക് ഇതുപോലെ വയറ് നിറയെ കഴിക്കുന്ന ബിരിയാണി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ചേട്ടൻ വന്നിരുന്നു. ആ ചേട്ടന് പാക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചേട്ടൻ ഇവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ട്? ഒരു സാധനം നല്ല ടേസ്റ്റ്, നല്ല പീസ് 2-3 ഉണ്ട്. ഒരു കുഴപ്പമില്ല. അതിൻ്റെ എന്താണ് എല്ലാവരും നല്ല അഭിപ്രായമുണ്ട്.
അങ്ങനെ നമ്മുടെ കുരുപ്പ് നേരെ ബിരിയാണിയൊക്കെ മേടിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോരും കേട്ടോ. അപ്പോൾ ആ വീട്ടിൽ വന്ന് പറഞ്ഞ ആൾ നേരെ തുറന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയുള്ള വീഡിയോകളെല്ലാം സപ്പോർട്ട് ചെയ്യണം.